ഹലോ എവരി വൺ, വെൽക്കം ടു ജെസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ഏതായാലും കേട്ടിട്ടൊക്കെ ഇങ്ങനെ അടുത്ത് വരികയാണല്ലോ, എക്സാമൊക്കെ ഇങ്ങനെ അടുത്ത് വരികയാണ്. അപ്പോൾ ഹിന്ദി വ്യാകരണത്തിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് എന്താണ് കഴിയുന്നത്ര ഭാഗങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാം. എക്സ്പ്ലനേഷനൊന്നും അധികമില്ലാതെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് മലയാളത്തിലും ഒക്കെ ആയിട്ട് അങ്ങനെ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റായിട്ട് നമുക്ക് വിഭക്തി പ്രത്യയം പഠിക്കാം. വിഭക്തി പ്രത്യയങ്ങൾ എന്താണ്? വിഭക്തി പ്രത്യയം അക്ഷരങ്ങൾ ചേർന്ന് വാക്കുകൾ ഉണ്ടാകുന്നു, വാക്കുകൾ ചേർന്ന് വാക്യങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ വാക്കുകൾ പെറുക്കി വെച്ചാൽ അർത്ഥപൂർണമായ വാക്യങ്ങൾ നമുക്ക് കിട്ടുകയില്ലല്ലോ. അതിന് വാക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മറ്റു ചില ചിഹ്നങ്ങൾ കൂടി വേണം. ഇങ്ങനെ വാക്കുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് അർത്ഥപൂർണമായ വാക്യങ്ങൾ ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ചിഹ്നങ്ങളെയാണ് വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. ഹിന്ദിയിൽ പ്രധാന വിഭക്തി പ്രത്യയങ്ങളും പദങ്ങളോട് ചേരുമ്പോൾ അവക്ക് കൽപ്പിക്കുന്ന അർത്ഥങ്ങളുമാണ് ഇനി പറയാൻ പോകുന്നത്. നെ വിഭക്തി പ്രത്യയത്തിൽ നെ. ഈ വിഭക്തി പ്രത്യയത്തിന് എന്താണ്? പ്രത്യേകമായിട്ടൊരു അർത്ഥമില്ല. കോയുടെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ്? കോയുടെ അർത്ഥങ്ങൾ നെ, നെ, ന്, യെ, ക്. നെക്സ്റ്റ് സെ ഇവിടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആൽ, കൊണ്ട്, ഓട്, മുതൽ, ഇൽ, നിന്ന്, ഉടെ, കൽ. ക, കെ, കി, ന്റെ, ഉടെ, ഉള്ള, ലെ. മേ, ഇൽ, ഉള്ളിൽ. പർ, മേൽ, പുറത്ത്. അപ്പം ഈ വിഭക്തി പ്രത്യയങ്ങൾ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. അത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. നെ ആണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് നോക്കുന്നത്. ഇത് വാക്യത്തിലെ കർത്താവിനോടൊപ്പം മാത്രം ഉപയോഗിക്കുന്ന വിഭക്തി പ്രത്യയമാണ്. എല്ലായ്പ്പോഴും കർത്താവിനോടൊപ്പം നെ ചേർക്കാൻ പാടില്ല. സകർമ്മക ക്രിയയുടെ കർത്താവിനോടൊപ്പം ആയിരിക്കണം ഇത് ചേർക്കേണ്ടത്. കൂടാതെ സകർമ്മക ക്രിയ ഭൂതകാലത്തിലും ആയിരിക്കണം. അതായത് ഭൂതകാലത്തിലുള്ള സകർമ്മക ക്രിയയുടെ കർത്താവിനോടൊപ്പം മാത്രമേ നെ ഉപയോഗിക്കാവൂ. വാക്യത്തിലെ സകർമ്മക ക്രിയ വർത്തമാനകാലത്തിലോ ഭാവി കാലത്തിലോ ആണെങ്കിൽ നെ ഉപയോഗിക്കരുതെന്നർത്ഥം. ഓക്കെ. ഇപ്പോൾ സ്വാഭാവികമായും എന്താണ് ഈ സകർമ്മക ക്രിയ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഒരു വാക്യത്തിന് കർത്താവ്, കർമ്മം, ക്രിയ എന്നീ ക്രമമാണല്ലോ ഉള്ളത്. ഇതിൽ വാക്യത്തിലെ ക്രിയ ചെയ്യുന്ന ആൾ കർത്താവും ക്രിയയുടെ ഫലം ആരിൽ അഥവാ എന്തിൽ പതിക്കുന്നുവോ, അതായത് പറയുന്നുവോ, അത് കർമ്മവും വാക്യത്തിലെ പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദം ക്രിയയും ആണ്. സീത ഗീത് ഗാത്തി ഹെ. ഇവിടെ ഒരു വാക്യത്തിലെ ക്രിയയോട് ആര്, എന്തിനെ, എന്ത് എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് ആ വാക്യത്തിലെ കർമ്മം. ലഡ്കി ഹംസത്തി ഹെ. പെൺകുട്ടി ചിരിക്കുന്നു. ധോബി കപ്പട ധോത്താ ഹെ. അലക്കുകാരൻ തുണി കഴുകുന്നു. ഈ വാക്യങ്ങളിൽ ഒന്നാമത്തേതിൽ ഹംസ്തി ഹെ എന്ന ക്രിയ പൂർണ്ണമായ കാര്യം സ്പഷ്ടീകരിക്കുന്നു. ഇവിടെ ഏതെങ്കിലും ആകാംക്ഷ ശേഷിക്കുന്നില്ല. എന്നാൽ രണ്ടാമത്തെ വാക്യത്തിലെ ക്രിയ ഇപ്രകാരമല്ല. ധോബി ധോത്താ ഹെ എന്ന് മാത്രം പറഞ്ഞാൽ അയാൾ എന്താണ് കഴുകുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ നിലനിൽക്കുന്നു. കപ്പട എന്ന സംജ്ഞ ചേർക്കുമ്പോൾ ആശയവിനിമയം പൂർണ്ണമാകുന്നു, പിന്നെ ആകാംക്ഷ ഉണ്ടാകുന്നില്ല. ഇവിടെ കപ്പട എന്ന സംഖ്യാപദം ധോത്താ ഹെ എന്ന ക്രിയയുടെ കർമ്മമായി തീരുന്നു. മുൻ വാക്യങ്ങളിൽ ഹംസ്തി ഹെ ക്രിയക്ക് കർമ്മം ആവശ്യമില്ല, അതുകൊണ്ട് അത് അകർമ്മകമാണ്. നേരെ മറിച്ച് ധോത്താ ഹെ എന്ന ക്രിയക്ക് കപ്പട എന്ന കർമ്മം കൂടാതെ പൂർണ്ണമായ അർത്ഥം വ്യക്തമാക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ധോത്താ ഹെ സകർമ്മകമാണ് അല്ലേ. ഇനി ഇതെന്താ നോക്കാം. കർമ്മം ഉള്ള അഥവാ ഉണ്ടാക്കുന്ന ക്രിയയാണ് സകർമ്മക ക്രിയ. കർമ്മം ഇല്ലാത്ത അഥവാ ഉണ്ടാകാത്ത ക്രിയ അകർമ്മക ക്രിയ. വാക്യത്തിൽ കർമ്മം നേരിൽ പറയുന്നില്ലെങ്കിലും കർമ്മം ഉണ്ടാകാവുന്നതാണെങ്കിൽ
ആ ക്രിയയും സകർമ്മക ക്രിയയാണ്. രാമൻ പഠിക്കുന്നു, രാം പഠിത്താ ഹെ. ഈ വാക്യത്തിൽ കർമ്മത്തെ പറയുന്നില്ലെങ്കിലും ക്രിയയോട് എന്ത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമുണ്ടാകാം. അതിനാൽ പഠിക്കുന്നു എന്നൊരു സകർമ്മക ക്രിയയാണ്. ചില സകർമ്മക അകർമ്മക ക്രിയകൾ നമുക്ക് നോക്കാം. സകർമ്മക ക്രിയകൾ: പട് പഠിക്കുക, ലിഖ് എഴുതുക, ഘ തിന്നുക, പി കുടിക്കുക, കർ ചെയ്യുക, ദേഖ് കാണുക, ദേ കൊടുക്കുക, സുൻ കേൾക്കുക, ക പറയുക മുതലായവ എന്താണ്? സകർമ്മക ക്രിയകളാണ്. അകർമ്മക ക്രിയകൾ: ബൈട്ട് ഇരിക്കുക, ഉഠ് എഴുന്നേൽക്കുക, ആ വരിക, ജ പോകുക, ചൽ നടക്കുക, ദൗഡ് ഓടുക, സോ ഉറങ്ങുക മുതലായവ എന്താണ്? അകർമ്മക ക്രിയകളാണ്. ബോൽ പറയുക, സംസാരിക്കുക, മിൽ കണ്ടുമുട്ടുക, ഭൂൽ മറക്കുക, ല കൊണ്ടുവരിക എന്നിവയ്ക്ക് കർമ്മമുണ്ടെങ്കിലും ഹിന്ദിയിൽ ഇവ അകർമ്മക ക്രിയകളായാണ് പരിഗണിക്കുന്നത്. നേ പ്രത്യയം ഭൂതകാലത്തിലുള്ള സകർമ്മക ക്രിയയുടെ കർത്താവിനോട് മാത്രമേ ചേർത്തുപയോഗിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. ചില ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. ഗോപുവിനെ സിനിമ ദേഖ, ഗോപുവിനെ സിനിമ ദേഖ, ഗോപു സിനിമ കണ്ടു. ഗീതുവിനെ ദൂത് പിയ, ഗീതു പാൽ കുടിച്ചു. വിശാഖിനെ ഗീത് സുന, വിശാഖ് പാട്ടു കേട്ടു. വർഷാനെ കഹാനി കഹി, വർഷ കഥ പറഞ്ഞു. നിമിഷാനെ പാട് പട, നിമിഷ പാഠം പഠിച്ചു. ഈ വാക്യങ്ങളിൽ സകർമ്മക ക്രിയകൾ ഭൂതകാല രൂപത്തിലായതിനാൽ കർത്താവിനോടൊപ്പം നെ ചേർത്തിരിക്കുന്നു. 7 ഭൂതകാല രൂപങ്ങളുണ്ട്. ഏതൊക്കെയാണത്? സാമാന്യ ഭൂതകാൽ, ആസന്ന ഭൂതകാൽ, സന്ദിഗ്ധ ഭൂതകാൽ, പൂർണ്ണ ഭൂതകാൽ, അപൂർണ്ണ ഭൂതകാൽ, താൽക്കാലിക ഭൂതകാൽ, ഹേതുമത്ത് ഭൂതകാൽ. ഈ 7 ഭൂതകാലങ്ങളിൽ ആദ്യത്തെ 4 സാമാന്യ, ആസന്ന, സന്ദിഗ്ധ, പൂർണ്ണ ഭൂതകാല രൂപങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നേ പ്രത്യയം ഉപയോഗിക്കാവൂ. ഉദാഹരണം നോക്കാം. സീതാനെ ലിഖാം, സീതാനെ ലിഖ ഇതേതാണ്? സാമാന്യ ഭൂതകാലമാണ്. സീതാനെ ലിഖാഹെ ഇത് ആസന്ന ഭൂതകാലമാണ്. സീതാനെ ലിഖാ ഹോഗ ഇത് സന്ദിഗ്ധ ഭൂതകാലമാണ്. സീതാനെ ലിഖാഥ ഇത് പൂർണ്ണ ഭൂതകാലമാണ്. ഒന്ന് ഓർമ്മിച്ച് വെക്കാം. നെ എന്ന വിഭക്തി പ്രത്യയം വാക്യത്തിലെ കർത്താവിനോടൊപ്പം മാത്രമേ ഉപയോഗിക്കൂ. നെ എന്ന വിഭക്തി പ്രത്യയം വാക്യത്തിലെ കർത്താവിനോടൊപ്പം മാത്രമേ ഉപയോഗിക്കൂ. ക്രിയ ഭൂതകാല സകർമ്മക ക്രിയയാണെങ്കിൽ മാത്രമേ കർത്താവിനോടൊപ്പം നെ ഉപയോഗിക്കുകയുള്ളൂ. ക്രിയ ഭൂതകാല സകർമ്മക ക്രിയയാണെങ്കിൽ മാത്രമേ കർത്താവിനോടൊപ്പം നെ ഉപയോഗിക്കുകയുള്ളൂ. 7 ഭൂതകാല രൂപങ്ങളിൽ, അതായത് സാമാന്യ, ആസന്ന, സന്ദിഗ്ധ, പൂർണ്ണ എന്നീ 4 ഭൂതകാല രൂപങ്ങളിൽ മാത്രമേ നെ ഉപയോഗിക്കൂ. അതായത് 7 ഭൂതകാലമാണ് നമുക്കുള്ളത്. അതിൽ സാമാന്യ, ആസന്ന, സന്ദിഗ്ധ, പൂർണ്ണ ഈ 4 ഭൂതകാലങ്ങളിൽ മാത്രമേ നെ ഉപയോഗിക്കുകയുള്ളൂ. നെക്സ്റ്റ് നമുക്ക് കോ പ്രത്യയം നോക്കാം. കോയുടെ മീനിങ് എന്താണ് നമ്മൾ പറഞ്ഞത്? ക്, ന്, യെ എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന വിഭക്തി പ്രത്യയമാണ് കോ. ഉസ്കോ ഫൽ പസന്ത് ഹെ, ഉസ്കോ അതിന് ഉദാഹരണം നോക്കാം. ഉസ്കോ ഫൽ പസന്ത് ഹെ എന്താണ്? അവൾക്ക് എന്താണ്? പഴങ്ങൾ ഇഷ്ടമാണ്. അവൾക്ക് പഴങ്ങൾ ഇഷ്ടമാണ്. രാജുക്കോ പുരസ്കാർ മില, രാജുക്കോ പുരസ്കാർ മില എന്ന് പറഞ്ഞാൽ അവിടെ കോ പ്രത്യയം വന്നു. രാജുവിന് ഇവിടെ നമ്മുടെ കോൻ്റെ മീനിങ് എന്താ പറഞ്ഞു ആണല്ലേ. അപ്പം രാജുവിന് പുരസ്കാർ മില, രാജുവിന് പുരസ്കാരം ലഭിച്ചു, സമ്മാനം ലഭിച്ചു. നെക്സ്റ്റ് നോക്കാം. മേനെ രാമുക്കി ദേഖ, മേനെ രാമുക്കോ ദേഖ എന്താണ്? ഞാൻ രാമുവിനെ കണ്ടു അല്ലേ? ഞാൻ രാമുവിനെ കണ്ടു. നെക്സ്റ്റ് സീതാക്കോ വർഗ് മേം ചടായ, സീതയെ ക്ലാസ്സിൽ കയറ്റി. സീതയെ യെ പ്രത്യയക്കോ യെ മീനിങ് ഉണ്ടല്ലോ. അപ്പോൾ സീതയെ എന്താണ്? ക്ലാസ്സിൽ കയറ്റി.
നെക്സ്റ്റ് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? സേ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ എന്താണ്? കാളിൽ നിന്ന് മുതൽ കൊണ്ടോട് വരെ എന്ന് പറഞ്ഞാൽ മതി അല്ലേ. കാളിൽ നിന്ന് മുതൽ കൊണ്ടോട് വരെ എന്ന് പറഞ്ഞതാണ്. അതിൻ്റെ ഏതൊക്കെ മീനിങ്ങാണ് പറഞ്ഞത്? കാൾ, അതായത് കാളിൽ നിന്ന് മുതൽ കൊണ്ടോട് വരെ ഏതൊക്കെയാണ് മീനിങ്? ഇൽ നിന്നുണ്ട്, ആൽ നിന്നുണ്ട്, കൊണ്ടുണ്ട്, ഓടുണ്ട്, മുതൽ, പിന്നെ ഇൽ നിന്ന്, കൽ നിന്ന്, ഉടെ, അതായത് കൽ നിന്ന് മുതൽ കൊണ്ട് ഓട് വരെ. അപ്പം ഇൽ, ആൽ, കൊണ്ട്, ഓട്, മുതൽ, ഇൽ, നിന്ന്, ഉടെ, കൽ എന്നീ അർത്ഥങ്ങളാണ് സേക്കുള്ളത്. രാം സേ രാവൺ മർ ഗയ. നോക്കാം. രാം സേ രാവൺ മർ ഗയ. രാമനാൽ രാവണൻ കൊല്ലപ്പെട്ടു. നെക്സ്റ്റ് നോക്കാം. മേ പൈറോം സേ ചൽത്താഹും. ഞാൻ കാലുകൾ കൊണ്ട് നടക്കുന്നു. പൈറോം സേ കാലുകൾ കൊണ്ട്, സേ കൊണ്ട്, ചൽത്താഹും നടക്കുന്നു. അധ്യാപകനെ മഹേഷ് സേ കഹാ കി തും പഠോ. അധ്യാപകനെ, അവിടെ നേ പ്രത്യയം വന്നു അല്ലേ. മഹേഷ് സേ എന്താണ്? മഹേഷിനോട്, അധ്യാപകൻ മഹേഷിനോട് പറഞ്ഞു. ഇവിടെ ഓടുണ്ടല്ലോ, ഓട് പറഞ്ഞു. കി എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ, തും പഠോ, നീ മഹേഷിനോട് വായിക്കാൻ പറഞ്ഞു. നെക്സ്റ്റ്, ആജ് സേ മേം അച്ചി തര പഠൂങ്ക. ഇന്ന് എന്താണ്? ഇന്ന് മുതൽ. ആജ് സേ ഇന്ന് മുതൽ. അപ്പം സേൻ്റെ അർത്ഥം കിട്ടിയ കുറേ നമുക്ക് വാക്കുകളൊക്കെ ഉണ്ടാക്കാം അല്ലേ. ഇന്ന് മുതൽ, ആജ് സേ ഇന്ന് മുതൽ എന്താണ്? മേം അച്ചി തര പഠൂങ്ക, ഞാൻ എന്താണ്? നന്നായി പഠിക്കും. ദിലീപിനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി എന്നെങ്ങനെ ഹിന്ദി പറയാൻ നോക്കാം. ദിലീപിനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ദിലീപിനെ എന്ന് പറയുമ്പോൾ വെക്കല്ലേ. ദിലീപിനെ, ക്ലാസ് തന്നെ എഴുതുക. ദിലീപിനെ നമ്മൾ എന്താ എന്നുള്ളതിന് എന്താണ്? എന്നല്ല നമ്മൾ പഠിച്ചത്. അപ്പം ദിലീബ് ക്ലാസ്സിൽ നിന്ന് നമ്മളേതാണ്? സേ എന്നാ പഠിക്കണേ അല്ലേ. ദിലീബ് ക്ലാസ് സേ നിക്കാല. എന്താണ്? നിക്കലിനാ അതായത് നിക്കാല എന്ന് പറഞ്ഞാൽ പുറത്താക്കി. ദിലീബ് ക്ലാസ് സേ നിക്കാല. ദിലീപിനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. റോഡിലൂടെ വാഹനങ്ങൾ ഓടുന്നു. എങ്ങനെ നമുക്കത് ഹിന്ദിയിലാക്കാം? സഡക്ക് സേ, റോഡിലൂടെ, സേ വരണം അവിടെ അല്ലേ. റോഡിലൂടെ. ഗാഡിയാം, വാഹനങ്ങൾക്ക് എന്താ പറയാ? ഗാഡിയാം. ദൗഡ്തി ഹേ, ഓടുന്നു. നെക്സ്റ്റ് നോക്കാം. ദീപുവിനേക്കാൾ പ്രായം ദാമുവിനുണ്ട്. എങ്ങനെ നോക്കാം? ദീപുവിനേക്കാൾ, കാൾ സേ, ദീപു സേ ദാമു ബഡാ ഹേ. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ദീപു സേ ദാമു की उम्र अधिक है. दीबू से दामू की उम्र अधिक है. നെക്സ്റ്റ്, മേം പർ എന്താണ്? അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു. എന്താണ്? മേ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, എന്താണ്? പർ എന്ന് പറഞ്ഞാൽ ഉള്ളിലെന്നുണ്ട്, ഇൽ എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. പർ എന്ന് പറഞ്ഞാൽ മേൽ, പുറത്ത്. നെക്സ്റ്റ് എന്താണ്? ബസ്സിൽ എങ്ങനെ പറയാം? ബസ്മേം. ക്ലാസ്മേം അല്ലെങ്കിൽ വർഗമേം. മേശപ്പുറത്ത് എങ്ങനെ പറയാം? മേസ് പർ. വീട്ടിൽ. ഗർമേം. ബെഞ്ചിന്മേൽ. കസേരയിൽ. കുർസി പർ. ഇവിടെ എന്താണ്? പറയില്ല, പറഞ്ഞേ പറയുള്ളൂ. മേം എന്നതിന് അകത്ത് എന്നർത്ഥം കൽപ്പിക്കാറുണ്ട് അല്ലേ. അപ്പം എന്താണ്? രാമു വീടിനകത്തുണ്ട് എന്ന് എങ്ങനെ പറയാം? രാമു ഗർമേം ഹേ. വീട്ടിൽ ഉണ്ട്. ഹേ എന്ന് പറഞ്ഞാൽ ഉണ്ട്. രാമു വീട്ടിലുണ്ട് എന്ന അർത്ഥത്തിൽ രാമു ഗർ പർ ഹേ എന്ന് പ്രയോഗിക്കുമ്പോൾ വീടിനകത്തോ പുറത്തോ പരിസരത്തോ എന്നർത്ഥം ലഭിക്കുന്നു. എന്നാൽ ഗർമേം എന്ന് പറഞ്ഞാൽ വീടിനകത്ത് എന്നർത്ഥം മാത്രമേ ഉള്ളൂ. അപ്പം എന്താണ്? രാമു ഗർ പർ ഹേ എന്ന് പറഞ്ഞാൽ വീട്ടിനകത്തോ അല്ലെങ്കിൽ പുറത്തോ പരിസരത്തോ എവിടെയോ രാമു ഉണ്ട്. പക്ഷെ മേം എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് തന്നെയാണ് അല്ലേ.
നെക്സ്റ്റ് നമുക്ക് നോക്കാം ക കെ കി. ക കെ കി. ഇതിൻ്റെ ഇൻ്റെ ഉടെ ഉള്ള ലെ തെ. കാ കെ കിൻ്റെ അർത്ഥമാണെന്ത്? ഇൻ്റെ ഉടെ ഉള്ള ലെ തെ എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രത്യയങ്ങളാണെന്ത്? കാ കെ കി. എന്നാൽ ഇവ പ്രയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ വ്യത്യാസമുണ്ട്. ഈ പ്രത്യയങ്ങൾ കർത്താവിനെ ആശ്രയിച്ചല്ല മാറുന്നത്. ഇവയ്ക്ക് ശേഷം വരുന്ന ശബ്ദങ്ങളുടെ ലിംഗവചനങ്ങൾക്കനുസരിച്ചാണ് ഇവയുടെ മാറ്റം. പ്രത്യയത്തിന് ശേഷം വരുന്നവക്ക് പുല്ലിംഗ ഏകവചനത്തിൽ ആണെങ്കിൽ കായും, പുല്ലിംഗ ബഹുവചനത്തിലാണെങ്കിൽ കേയും, സ്ത്രീലിംഗമാണെങ്കിൽ എന്താണ്? കീയും ഉപയോഗിക്കുന്നു. ഏകവചന ശബ്ദം പുല്ലിംഗം ഏകവചന ശബ്ദത്തിന് മുമ്പ് കാ പ്രത്യയമാണ് ഉപയോഗിക്കേണ്ടതെങ്കിലും അതിനുശേഷം ഏതെങ്കിലും പ്രത്യയം വരുന്നുണ്ടെങ്കിൽ കെ പ്രത്യയം വേണം ഉപയോഗിക്കേണ്ടത്. ഗോപുവിൻ്റെ പുസ്തകം. ഗോപുവിൻ്റെ പുസ്തകം. അപ്പം പുസ്തകം ഇവിടെ എന്താണ്? കിതാബ്. അപ്പം എന്താ പറയണ്ടേ? ഗോപു കി കിതാബ്. കിതാബ് എന്താണ്? സ്ത്രീലിംഗമായതുകൊണ്ട് എന്താണ് ഇവിടെ കി. രമയുടെ പേന. രമാക്കി കലം. രമാക്കി കലം ഇവിടെയും സ്ത്രീലിംഗമാണ്. പഞ്ഞി കൊണ്ടുള്ള കിടക്ക. രൂയിക്ക ബിസ്തർ. ബിസ്തർ ഇവിടെ എന്താണ്? പുല്ലിംഗമായതുകൊണ്ട് കാം. ക്ലാസ്സിലെ കുട്ടികൾ ബഹുവചനമായതുകൊണ്ട് കെ. ഷിബുവിൻ്റെ വീട്. ഷിബുക ഗർ. ഷിബുക ഗർ. ഷിബുവിൻ്റെ വീട് ഇവിടെ എന്താണ്? പുല്ലിംഗ ഏകവചനമായതുകൊണ്ട് ക. എൻ്റെ ഉടെ ഉള്ള ലെ ലെ. കാ കെ കി എന്നുള്ളതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിഭക്തി പ്രത്യയങ്ങളാണ് പഠിക്കാൻ കഴിഞ്ഞതില്ലേ. അതിലൂടെ നമുക്ക് സകർമ്മക ക്രിയകൾ, അകർമ്മക ക്രിയകളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് സർവനാമങ്ങൾ, അതേപോലെ കാല്, വചന ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. സിമ്പിളായ രീതിയിൽ നമുക്ക് മലയാളത്തിലൂടെ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇന്ന് ക്ലാസ് എടുത്തതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബെസ്റ്റ് ഓഫ് ലക്ക്.